ഹായ് ഓൾ. അപ്പം കേരളത്തിലൊരു സർക്കാർ ജോലി ആഗ്രഹിച്ച് കേരള PSCയുടെ എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അസെൻറ്റ് അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മുടെ അസെൻറ്റ് അക്കാദമി എന്നൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് തന്നെ ഈ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് PSC എഴുതുന്ന ഒട്ടനവധി ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു സഹായം പോലെ അല്ലെങ്കിൽ ചെറിയൊരു അറിവ് തരിക എന്നതാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ നമുക്ക് PSCൻ്റെ എല്ലാവിധ എക്സാമിനുള്ള കണ്ടൻറ്റുകൾ നമ്മൾ ഇതിൽ ക്ലാസ്സായിട്ട് ഇതിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് കേരളത്തിൽ സർക്കാർ സർവീസിൽ ഒരു ഡ്രൈവർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രൈവർ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ആദ്യം ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തന്നെ അറിയാം, കേരളത്തിലെ സർക്കാർ സർവീസിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിലൊന്നാണ് കേരള ഫയർഫോഴ്സിൽ ഡ്രൈവർ ജോലിയുണ്ട്. കേരള ഫയർഫോഴ്സിന് ഡ്രൈവറുണ്ട്, പോലീസ് ഡ്രൈവറുണ്ട്, എക്സൈസിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറുണ്ട്, പ്രിസണിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഡ്രൈവറുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡ്രൈവറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഡ്രൈവർ പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ കമ്പനി, ബോർഡ്, കോർപ്പറേഷനിൽ ഡ്രൈവറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ അടുത്തിടെ ആയിട്ട് നമ്മളെ തൊഴിൽ വാർത്തയിലൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യമാണ് നമ്മളെ KSRTCയിൽ ഒരുപാട് ഒഴിവുകൾ, ഒരു 3000+ ഒഴിവ് വേക്കൻസികൾ വരാനും അത് PSC വഴി നിയമനം നടത്താനുമുള്ളൊരു ആലോചന വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഈ വർഷമല്ല അടുത്ത വർഷമോ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിലും ഈ ഒരു 3000 ഒഴിവുകളുണ്ട് എന്ന് പറഞ്ഞതിലും ഈ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതായത് KSRTCയിൽ റിസർവ്ഡ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു വേക്കൻസി അറൗണ്ട് ഒരു 500 ഡ്രൈവർമാരെങ്കിലും ഉണ്ടാവാനാണ് ചാൻസ്. അപ്പോൾ അതൊക്കെ ഒരു ബൾക്ക് ഓഫ് വേക്കൻസിയാണ് വരുന്നത് ഡ്രൈവറിൽ. അപ്പോൾ ഈ ഒരു ഡ്രൈവർ മേഖല ഏറ്റവും കൂടുതൽ കുറേ യുവാക്കളൊക്കെ സ്വപ്നമായിരിക്കും അവരുടെ, ഒരു സർക്കാർ വാഹനം ഓടിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ഫയർ എഞ്ചിനൊക്കെ പോകുമ്പോൾ ഫയർ എഞ്ചിനൊക്കെ ഒന്ന് ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പുറത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ എന്താ വെച്ചാൽ ഡ്രൈവറിൽ 2 ഭാഗമായിട്ടാണ് തിരിക്കുന്നത്. ഡ്രൈവറിൽ 2 ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിലബസ് 2 ഭാഗമാണ്. 2 ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഒരു പ്ലസ് ടു ലെവൽ വെച്ചിട്ട് ഉള്ള ഒരു യൂണിഫോം പോസ്റ്റുകളാണ്. അതായത് ഫയർഫോഴ്സ് ഡ്രൈവർ, പോലീസ് ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ, പിന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഡ്രൈവർ, ഇങ്ങനത്തെ ഈ ഒരു 4 കാറ്റഗറിയിലേക്കുള്ള ബേസിൽ ഒരു സിലബസും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ ഡ്രൈവർ, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രൈവർ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡ്രൈവറും. അത് വേറൊരു കാറ്റഗറിയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാറ്റഗറി തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു യൂണിഫോം പോസ്റ്റിലുള്ള പോലീസോ ഫയർ എക്സൈസോ ഒക്കെ ആണെങ്കിൽ, പ്രിസണൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സിലബസാണ് നമ്മൾ PSC നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. ഇതെന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു സിലബസിലേക്ക് പോവുകയാണ്. ഹിസ്റ്ററി 4 മാർക്കിനാണ്. പിന്നെ ജോഗ്രഫി ആണെങ്കിലും 4 മാർക്കിന്. പിന്നെ എക്കണോമിക്സ് 4 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ ഭരണഘടനയിൽ 6 മാർക്കാണ് വരുന്നത്. പിന്നെ കേരള ഗവർണൻസിന് 2 മാർക്ക് വരുന്നുണ്ട്. ബയോളജിയിൽ 3 മാർക്ക്, ഭൗതിക ശാസ്ത്രത്തിൽ 2 മാർക്കും, രസതന്ത്രത്തിൽ 2 മാർക്കും, പിന്നെ കലാ, കായിക, സാഹിത്യ, സാംസ്കാരികത്തിൽ 3 മാർക്കുമാണ് തരുന്നത്. അങ്ങനെ അത് 40 അങ്ങനെ അതും പിന്നെ കറണ്ട് അഫയേഴ്സും കൂടിയിട്ട്, കറണ്ട് അഫയേഴ്സ് 10 മാർക്കും, അത് കൂടിയിട്ട് 40 മാർക്കും. അതിൻ്റെ ഒപ്പം തന്നെ മാത്സിൽ 10 മാർക്കും. അങ്ങനെ ടോട്ടൽ അവിടെ 50 മാർക്കാണ് വരുന്നത്. അവിടെ 50 മാർക്കും. അതിൻ്റെ കൂടാതെ നമുക്ക് ഇവിടെ വരുന്ന ബാക്കി ഒരു 50 ഉണ്ടല്ലോ, ആ 50 എന്ന് പറഞ്ഞത് സ്പെഷ്യൽ ടോപ്പിക്കുകളാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൽ പറഞ്ഞാൽ എന്താ വെച്ചാൽ അതും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഒരു 20 മാർക്കിനും, രണ്ടാമത്തെ ഒരു 30 മാർക്കിനും. അപ്പോൾ ആദ്യത്തെ 20 മാർക്ക് എന്ന് പറഞ്ഞാൽ 20 മാർക്കിലെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഏതാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, പോലീസാണോ പോലീസിൻ്റെ ആ ജോലി സംബന്ധമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ആണെങ്കിൽ ഫയർഫോഴ്സിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു 20 സ്പെഷ്യൽ ടോപ്പിക്കും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ആ ഒരു 20 മാർക്ക്, ആ ജോലി സംബന്ധമായുള്ള ഏതൊക്കെ വിഭാഗമാണെങ്കിലും അതിന് വ്യത്യസ്തമായിരിക്കും ആ 20 സ്പെഷ്യൽ ടോപ്പിക്ക്. പിന്നെ വരുന്നൊരു 30 മാർക്കാണ് ഡ്രൈവിംഗ് റിലേറ്റഡ്. അതായത് നമ്മളൊരു ഡ്രൈവർ ആവാനാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡ്രൈവിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. നിയമങ്ങൾ അറിയണം, സിഗ്നലുകൾ അറിയണം, എങ്ങനെ ഒരു നല്ല ഡ്രൈവർ ആവാം. അത് കുറേ കാര്യങ്ങൾ നമ്മൾ CMVR മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലൊക്കെ നമുക്ക് പറയുന്നുണ്ട്.
അപ്പം അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു 30 മാർക്കിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ഡ്രൈവർ എക്സാമിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ഇവിടെ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അടിയിലുള്ള ഒരു 50 മാർക്കുണ്ട്. ഈ 50 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ സാധാരണ ഫയർഫോഴ്സിൻ്റെ എക്സാമും പോലീസിൻ്റെ എക്സാമും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ 20 മാർക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഈ 20 മാർക്ക് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ മാക്സിമം 18ഉം 19 മാർക്കൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവറിൻ്റെ 30 മാർക്ക് കൂടെ നിങ്ങൾ പഠിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവിടെ 50 മാർക്കിന് നിങ്ങൾ സ്കോർ ചെയ്തു. പിന്നെ അവിടേക്ക് വരുന്നത് എന്താണ്, മാത്സ് ഉണ്ട്. മാത്സിലും നിങ്ങൾ ഒരു 7 8 മാർക്ക് മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്താലും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ 60ൻ്റെ മുകളിൽ പോയി. പിന്നെ അതിൽ നിന്ന് ബാക്കി വരുന്ന കാര്യങ്ങളുണ്ട്, ആനുകാലികവും ചരിത്രവും, അതിൽ നിന്നൊക്കെ കൂടെ നമ്മൾ സ്കോർ ചെയ്താൽ തന്നെ നമുക്കൊരു 70+ മുകളിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ മറ്റേനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുറച്ച് എളുപ്പമാണ് അല്ലേ നമ്മൾ പഠിച്ചെടുക്കാൻ. നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെ ഒന്ന് നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ 50 മാർക്ക് അടിക്കുക. അപ്പം അത് വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ ഡ്രൈവറാണ് സുഖം. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവർ തന്നെ ആഗ്രഹിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിച്ചെടുക്കുക എന്നുള്ളത്. അതിൽ എന്താ വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ആദ്യത്തെ 50 മാർക്കും പിന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്കും നമ്മൾ നിരന്തരം പഠിക്കുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷേ ഡ്രൈവറിൻ്റെ ഭാഗം നമ്മൾ ആ 30 മാർക്ക് നമ്മൾ അങ്ങനെ പഠിക്കുന്നില്ല. കാരണം ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒക്കെ ഡ്രൈവർ ഇഷ്ടപ്പെടുന്ന പോലെ മാത്രമേ ഈ സാധനം പഠിക്കുന്നുള്ളൂ. അപ്പം ആ ഒരു ഭാഗം നമുക്ക് അങ്ങനെ നമ്മൾ ഡെയിലി പഠിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കറക്റ്റ് PSCൻ്റെ സിലബസിൻ്റെ ഓറിയൻറ്റഡായിട്ട് നമ്മൾ ഇതുവരെ PSC നടത്തിയ ഡ്രൈവറെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കി എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നണോ, പുറത്തുനിന്ന് വന്ന ഏതൊക്കെ ഭാഗത്തു നിന്നാണോ ഒക്കെ നോക്കിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും ലളിതമായിട്ടും എല്ലാ കണ്ടൻറ്റുകളും ഉൾപ്പെടുത്തിയിട്ടും പുറമെന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ പോലും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടുത്തൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനി ബോർഡിൽ കോർപ്പറേഷനിലേക്കുള്ള ഡ്രൈവർ, അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡ്രൈവർ. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ 50 മാർക്കിന് GKയും 50 മാർക്ക് ഡ്രൈവറിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ അവിടെയും നമുക്ക് ഒരു ചാൻസ് ആണല്ലേ 50 മാർക്ക്. ഈ 30ന് നിങ്ങൾ നേരത്തെ പഠിച്ച അതേ സംഭവം തന്നെയാണ് അവിടെ 50 മാർക്കിന് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ 50 മാർക്കിൽ 49 അടിച്ചു കഴിഞ്ഞാൽ GKയിൽ നമുക്ക് അടിക്കാം. അവിടെ ഒരു 7ാം ക്ലാസ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വരെയുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. അപ്പോൾ അവിടെയും നമുക്ക് നല്ലൊരു രീതിക്ക് സ്കോർ അടിക്കാം. അപ്പോൾ അവിടെയും നമ്മുടെ പ്രശ്നം ഈ 50 മാർക്ക് നമുക്ക് പഠിക്കണം അല്ലേ, ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള 50 മാർക്ക് പഠിക്കണം. ബാക്കി നമ്മൾ കോമൺ ആയിട്ടുള്ള എല്ലാത്തിലും നമ്മൾ പഠിക്കുന്നതാണ് ചരിത്രവും ഇതൊക്കെ. പക്ഷേ ഈ സാധനം നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് 30 മാർക്കും ഉണ്ട്. അവിടെ ബാക്കി മറ്റേതൊക്കെ ആണെങ്കിൽ 50 മാർക്കുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ ഈ ഒരു ചാനൽ ഡ്രൈവറുടെ ഭാഗമാണ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഡ്രൈവർ ഭാഗത്തുള്ള സിലബസ് ഒന്ന് നോക്കുക. ഇതൊരു 6 മൊഡ്യൂളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ മൊഡ്യൂളിന് 5 മാർക്ക് വീതമാണ് ഇത് PSC നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ എന്താ വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് റെഗുലേഷൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ചാപ്റ്റർ 1 and 2, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂള് 1989 ചാപ്റ്റർ 1 and 2, കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് 1989. ഇതിൽ നിന്ന് 5 മാർക്കാണ് PSC കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സബ്ബായിട്ട് കുറേ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റുകളൊക്കെ തന്നെ ഓരോ മാർക്ക് വീതമാണ്. അതിൽ ഓരോ മാർക്ക് വീതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MV ആക്റ്റിൽ നമ്മൾ തന്നെ പറയാം, MV ആക്റ്റിൽ അഡാപ്റ്റഡ് വെഹിക്കിൾ, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഗോൾഡൻ ഹവർ, പബ്ലിക്, പിന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ, പബ്ലിക് സർവീസ് വെഹിക്കിൾ, ഈ ഒരു മേഖല ഉണ്ട്. ഈ ഒരു ഭാഗം 1 മാർക്കിനും. പിന്നെ ബാക്കിയുള്ളത് കാറ്റഗറി MNT L1 L2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾസ്, അതിൻ്റെ ഒരു ഭാഗം. അതൊക്കെ കാറ്റഗറി ഓഫ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ M, N, L ഒക്കെ നിരന്തരം PSCൻ്റെ ഒരു PYQയിൽ നിരന്തരം ചോദിച്ചു വരുന്നൊരു കാര്യമാണ്. M കാറ്റഗറി ഏതാണ്, M കാറ്റഗറി വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റ് എത്രയാണ്, ഇതൊക്കെ നിരന്തരം PSC ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ നിന്ന് നമ്മൾ 1 മാർക്ക് പോകും. പിന്നെ അടുത്തതാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988
സെക്ഷനുകൾ 3 മുതൽ 23 വരെയുള്ള സെക്ഷനുകൾ. അതിൽ അടുത്തതാണ് എന്ത്, അതിൽ 1 മാർക്ക്. പിന്നെ അടുത്തതാണ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 റൂള് 3 മുതൽ 32 വരെയുള്ള റൂളുകളും. പിന്നെ കേരള മോട്ടോർ വെഹിക്കിൾ റൂള് 1989 അതിലെന്ത് റൂള് 4 മുതൽ 46 വരും. ഈ ഒരു 3 കാറ്റഗറി ഉണ്ടല്ലോ. ഈ ഒരു 3 കാറ്റഗറീൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ കാര്യവും അറിയുന്ന കാര്യമായിരിക്കില്ല. പക്ഷേ എന്താ വെച്ചാൽ ഇതിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഞാൻ പഠിച്ച മോട്ടോർ വെഹിക്കിളിലെ ഈ 3ാമത്തെ സെക്ഷൻ ആണോ, അല്ലെങ്കിൽ എന്താണ് സെൻട്രൽ മോട്ടോർ വെഹിക്കിളിലെ 3ാമത്തെ സെക്ഷൻ, എല്ലാം കൺഫ്യൂഷൻ ആയിപ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോൾ. ആ കൺഫ്യൂഷനാണ് ഇവിടുത്തെ ഒരു മെയിൻ ഏരിയ ആയിട്ട് വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിക്കുന്ന ഒരു ഏരിയ ഇതാണ്. അപ്പോൾ എന്താണ്, നമ്മളതൊക്കെ കറക്റ്റായിട്ട് തന്നെ കോഡോ എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാലും തെറ്റാത്ത രീതിക്ക്, നെഗറ്റീവ് അടിക്കാത്ത രീതിക്ക് തന്നെ നമ്മൾ ഈ ചാനലിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. ഒരു മാർക്ക് പോലും ഇവിടുത്തെ ഈ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അത് ഈ ഒരു 5 മാർക്ക് പോവാത്ത രീതിയിൽ തന്നെ നമ്മൾ നോക്കും. അടുത്തതാണ് മൊഡ്യൂളിൽ ബേസിക് നോളജ് ഓൺ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് സെൻട്രൽ മോട്ടോർ വെഹിക്കിളിലെ കാര്യങ്ങളാണ് അടുത്തൊരു മൊഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ ബേസിക് നോളജിൽ ഇതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഫുട്ട് തിയറി ഓഫ് ഫുട്ട്, ഹാൻഡ്, അതർ കൺട്രോളുകൾ, അത് നമ്മൾ കാലുകൊണ്ട് ഉപയോഗിക്കുന്നതും കൈകൊണ്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളും, പിന്നെ റോഡുകൾ, പിന്നെ അതിലെ പാർക്കിങ്, റിവേഴ്സ് പാർക്കിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും, പിന്നെന്താണെന്ന് വെച്ചാൽ അതിൽ MSM, PSI ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോണേലും നമ്മൾ ആ പുറമുള്ള ഹെഡിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ബേസിക് നോളജ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. അപ്പോൾ എന്താണ് ബേസിക് നോളജ്? നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. നമ്മൾ ഈ അടുത്തിടെ തന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ വാഹനങ്ങളെ ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ സിലബസിൻ്റെ ഡീപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഭാഗമൊന്നും കാണുന്നില്ല. എഞ്ചിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ ഭാഗമോ ഇങ്ങനത്തെ ഒരു സാധനവും ഈ സിലബസിൻ്റെ ഉള്ളിലില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഈ മുകളിലുള്ള ആ ഒരു സംഭവം മാത്രം നോക്കണം. ബേസിക് നോളജ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. നമ്മളൊക്കെ ഡ്രൈവർമാരാവാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രേക്ക് എന്താണെന്നും ബ്രേക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും എഞ്ചിൻ എന്താ, എഞ്ചിൻ്റെ ഉള്ളിൽ എന്താ പ്രവർത്തനം നടക്കുന്നത്, എഞ്ചിൻ്റെ ഉള്ളിലെ പ്രവർത്തനമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അഥവാ ഓവർ ഹീറ്റ് ആയാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ നമുക്കൊന്ന് തിരിച്ചറിയണം അല്ലേ. അതൊക്കെ നമ്മളൊരു സേഫ്റ്റിയാണല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ബ്രേക്ക് സിസ്റ്റവും ആക്സലേറ്ററിന് എന്താണ്, ക്ലച്ചിൻ്റെ സംഭവം എന്താണ്, ഗിയർ ബോക്സ്, ജസ്റ്റ് കുറച്ച് ബേസിക് കാര്യങ്ങൾ, ഒരു ഡ്രൈവർക്ക് അറിയേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ, അത് തന്നെയാണ് ഇവർ ഓട്ടോമൊബൈലിൽ ഉദ്ദേശിക്കുന്നതും. അപ്പോൾ ആ ഒരു സംഭവം ചാനലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. എല്ലാ ഏരിയകളും നമ്മൾ കവർ ചെയ്തിട്ട് തന്നെ പോകുള്ളൂ. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഒഫൻസ് അണ്ടർ മോട്ടോർ വെഹിക്കിൾ ആക്ട്. അതിൽ നിന്നും 5 മാർക്കാണ് വരുന്നത്. ഒഫൻസ് അണ്ടർ മോട്ടോർ വെഹിക്കിൾ ആക്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 12, 13, 14 ഒക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചവരുണ്ടാവും, അല്ലെ ഇനി ഫസ്റ്റ് തന്നെ പഠിക്കാൻ പോകണവരുണ്ടാവും. പഠിക്കാൻ പോകണവർക്ക് ഇതിൽ ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് ഇടുമ്പോൾ അവർക്ക് മനസ്സിലാവും. അല്ലാതെ പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് അറിയുന്നതായിരിക്കും. കാരണം സെക്ഷൻ 112 എന്താണെന്നൊക്കെ. അതുപോലെ തന്നെയാണ് ഈ ഒഫൻസുകളെ സെക്ഷൻ തുടങ്ങുന്നത് എത്രയാണെന്ന് വെച്ചാൽ 177 മുതൽ 201 വരെയാണ് ഈ ഒഫൻസുകളെ സെക്ഷൻ, നമ്മളെ ഫൈന് കാര്യങ്ങളൊക്കെ ഉള്ള സെക്ഷനുകൾ ഉൾപ്പെടുത്തുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടെയൊക്കെ നമുക്ക് കൺഫ്യൂഷനാണ് വരുന്നത്. നമുക്കറിയാം, നമുക്ക് എല്ലാ കാര്യങ്ങളും, പക്ഷേ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകും. അടുത്തൊരു മൊഡ്യൂളാണ് ഗുഡ് സമരിറ്റൻ. ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നത് എന്താ വെച്ചാൽ 206, 207 സെക്ഷനുകൾ ഏതാണോ അത് ആ ക്വസ്റ്റ്യൻസ് കുറേ കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് റൂള് 138 മുതൽ 139A വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് നോക്കണം. പിന്നെ ഫാസ്റ്റ് ട്രാക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും കയറി വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളെല്ലാ ഭാഗവും കവർ ചെയ്യും. അവിടെയും 5 മാർക്ക് തന്നെയാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു ഭാഗമാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഹാൻഡ്ലിംഗ് വിത്ത് സേഫ്റ്റി ഡിവൈസസ് ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആ മൊഡ്യൂളിൽ തന്നെ എന്താണ് പറയുന്നത്, സ്പീഡോമീറ്റർ, സ്പീഡ് ഗവർണർ, ഹോണ്, സൈലൻസർ, പെയിൻറ്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾ. ഈ പെയിൻറ്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാമല്ലേ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. ഇത് ഒലീവ് ഗ്രീന്,
ഉപയോഗിക്കാൻ പറ്റാത്തത് അതൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ആർമി വാഹനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നതാണല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് സ്പീഡ് ഗവർണറിൻ്റെ സ്പീഡ് എത്രയാണ്, സ്പീഡ് ഗവർണർ ഏതിലാണ് സ്പീഡ് കട്ടാവുന്നത്, അതൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ട്. സ്പീഡ് ഗവർണറിൻ്റെ നിലവിൽ കൊണ്ടുവന്ന വർഷം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗവും നമ്മൾ നോക്കണം. പിന്നെ സേഫ്റ്റി ഡിവൈസസ് എന്തൊക്കെയാണ്, നമ്മളെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ, പിന്നെ കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തൊക്കെ സേഫ്റ്റികൾ വേണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതും. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഹസാർഡസ് ഗുഡ്സ് വെഹിക്കിൾസിലെ നമ്മൾ പെട്രോളും ഗ്യാസ് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളുണ്ട്. അതിൽ എന്തൊക്കെയാണ്, സ്പാർക്ക് അറസ്റ്റർ ഉപയോഗിക്കണം. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളാണ്, നിങ്ങൾ ഫയറിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഫയർഫോഴ്സിൻ്റെ ഒക്കെ എഴുതുകയാണെങ്കിൽ അതിൽ ഒരു കാര്യമാണ് എന്ത്, എമർജൻസി ഇൻഫോർമേഷൻ പാനലുകളൊക്കെ അല്ലേ. അതുപോലെ തന്നെ ക്ലാസ് ലേബലുകൾ, അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ PSC ചോദിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ പഠിക്കണം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചാനലിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഡ്രൈവറിൻ്റെ ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അറിയാം, 30-ലാണെങ്കിൽ ഒരു 30, 29 സ്കോറ് ഈ ഒരു ചാനലിൽ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മറ്റേതാണ് 50-ആണെങ്കിൽ ഒരു 49, 50 തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അതിന് ഉള്ള രീതിക്കുള്ള എല്ലാ കണ്ടൻറ്റുകളും ഉൾപ്പെടുത്തിയിട്ട് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. പിന്നെന്താ വെച്ചാൽ, നിങ്ങളൊരു സ്വപ്നമാണല്ലേ ഇത് ഈ ഒരു സർക്കാർ ജോലി, അത് തന്നെ ഒരു ഡ്രൈവർ ജോലിയാണെങ്കിൽ അതും ഒരാഗ്രഹമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ഒരു സർക്കാർ ജോലിയിലൊരു സാരഥിയാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു വിജയാശംസ നേർന്നുകൊണ്ട് നമ്മളെ ഇനി ഉള്ള അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ നമ്മളെന്ത് ചെയ്യും, ഈ ഒരു ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് തന്നെ പഠിച്ച് ഫോളോ ചെയ്ത് റിവിഷൻ നടത്തി തന്നെ പോവുക. അപ്പം നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എല്ലാം ഇതുവരെ നടത്തിയ PSC നടത്തിയ എല്ലാ PYQകളും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, PYQ ക്ലാസ്സുകളൊക്കെ നടത്തും. അതുകൂടാതെ തന്നെ നമ്മൾ എന്താ വെച്ചാൽ, ഈ ഒരു ഡ്രൈവറിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വേറെ LD LGS ഇങ്ങനത്തെ കുറച്ച് എക്സാമുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയും എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സുകൾ ഇതിൽ തന്നെ നമ്മൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഡ്രൈവറിലാണെന്നേ ഉള്ളൂ. ഇപ്പോൾ ജൂലൈ 1-ാം തീയതി നമ്മൾ അപ്ലിക്കേഷൻ തീർന്ന പോലീസ് ഡ്രൈവർ വരുന്നുണ്ട്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഈ വർഷം തന്നെ ഒരു ഡിസംബറിന് മുമ്പ് തന്നെ എക്സാം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഇതാണെന്ത്, പോലീസ് ഡ്രൈവർ. അപ്പം അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഈ ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ PYQവും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഫുൾ മാർക്ക്, അതായത് 30-ൽ 30 അടിക്കുന്ന രീതിക്കുള്ള എല്ലാ കണ്ടൻറ്റുകളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അടുത്ത ദിവസം തന്നെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ബെല്ലൈക്കണും അമർത്തി ഡ്രൈവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് നമുക്കെല്ലാവർക്കും എന്താണ് പറയുക, ഒരു ജോലി കിട്ടട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.